പാഠം 364. അതിബുദ്ധി അപകടമാകുമ്പോൾ. ഹലോ, അതെ, ആരാണ്? ആ, കൊടുക്ക. ഭാമേ, നിനക്ക. ആരാ? ഏതോ ഒരു ശിവദാസൻ. ഓ, ശിവദാസനോ? ഹലോ ശിവദാസ, ഇതെന്താണ് പതിവില്ലാത്ത ഈ ഫോണിലേക്ക് വിളിച്ചത്? സാധാരണ വിളിക്കുന്ന മൊബൈലിലേക്കായിരുന്നില്ലേ? ആ, അത് കൊള്ളാം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ആ അതെ, കേസിന്റെ കാര്യമൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ആ കേസിൽ ശിവദാസൻ ഒന്നും കൊണ്ട് പേടിക്കണ്ട, നമ്മൾ വിജയിച്ചിരിക്കും. ശരി, സമയം കിട്ടുമ്പോ ഓഫീസിലേക്ക് ഇറങ്ങ്, നമുക്ക് കാണാം. ആയിക്കോട്ടെ, ശരി. മോഹനയുടെ അറിയില്ലേ ടൗണിൽ സൂപ്പർ മാർക്കറ്റ് നടത്തുന്ന ശിവദാസൻ? അറിയില്ല. ശിവദാസനെ അറിയാത്ത ആരായി ഈ നാട്ടിലുള്ളത്? നല്ല മനുഷ്യനാണ്, നല്ല പെരുമാറ്റം. എല്ലാവർക്കും ശിവദാസനെ വലിയ കാര്യ. എന്താ ശിവദാസന്റെ കേസ്? 3-4 കേസുണ്ട്. ഒക്കെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ 2 കേസിലും ഞാനാ വാദിച്ച് ജയിച്ചത്. ഇനി വക്കീലായിട്ട് സത്യഭാമ മാത്രം മതി എന്നാണ് എപ്പോഴും പറയുന്നത്. അതുകൊണ്ടാണോ നല്ല മനുഷ്യനാണ് നീ പറഞ്ഞത്? അതുകൊണ്ടല്ല, ഞാൻ പറഞ്ഞില്ലേ ശിവദാസൻ നല്ല മാന്യമായിട്ട് പെരുമാറും. മാന്യമായി പെരുമാറാൻ അറിയാവുന്ന ഒരാൾക്കെതിരെ എങ്ങനെയാ കേസ് വരുന്നത്? അതില് കാര്യമുണ്ടോ മോഹനട്ടാ? ബിസിനസ് അല്ലേ? ബിസിനസ് ആവുമ്പോ ചിലപ്പോ ശത്രുക്കളൊക്കെ ഉണ്ടായിരുന്നിരിക്കും. അതൊക്കെ കാര്യമാക്കാനുണ്ടോ? കാര്യമാക്കാനുണ്ട്. അയാളുടെ പെരുമാറ്റം നല്ലതാണ് എന്ന് നീ പറഞ്ഞു. കാരണം അയാളൊരു ബിസിനസ്സുകാരനാണ്. എല്ലാ ബിസിനസ്സുകാരും മറ്റുള്ളവരോട് നന്നായിട്ട് പെരുമാറി കാണിക്കും. അതൊക്കെ തട്ടിപ്പാണ് എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ദിവസത്തിൽ 1 പ്രാവശ്യമെങ്കിലും ശിവദാസൻ എന്നെ മൊബൈലിൽ വിളിക്കും. സംസാരത്തിലൊക്കെ എത്ര മാന്യനാണെന്ന് അറിയാമോ? മോഹനേട്ടനെ പോലെ എടുത്തിയാട്ടം ബഹളം ഒന്നുമില്ല. നല്ല പക്വതയുള്ള പെരുമാറ്റം. ഞാൻ പലപ്പോഴും സൂപ്പർ മാർക്കറ്റിൽ ചെന്നാലും എനിക്ക് ഭയങ്കര സ്വീകരണമല്ലേ അവിടെ. മുതലാളിയുടെ പരിചയക്കാരി എന്ന നിലയ്ക്ക് അവർക്കൊക്കെ എന്നോട് ഭയങ്കര ബഹുമാന. കേസ്? ഓ, ഇപ്പൊ കേസിന്റെ കാര്യം പറയാനൊന്നും വിളിച്ചല്ല. എന്റെ വിസിറ്റിംഗ് കാർഡില് ലാൻഡ് ഫോൺ നമ്പർ കണ്ടപ്പോ വെറുതെ ഒന്ന് വിളിച്ചു നോക്കിയതാണെന്ന്. ഞാൻ പറഞ്ഞില്ലേ എന്നെ ശിവദാസൻ മൊബൈലിലേക്കാ വിളിക്കാറുള്ളത്. എല്ലാ ദിവസവും കക്ഷി വക്കീലിനെ വിളിക്കേണ്ട കാര്യം എന്താണ്? അപ്പോഴേ അറിയാം അവൻ കള്ളനാണ്. മോഹനേട്ടൻ സാറേ, സാറേ. നമസ്കാരമുണ്ട് സാർ. ഉത്തമനോട് ഇന്നലെ വൈകുന്നേരം വില്ലേജ് ഓഫീസിലേക്ക് വരണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ? അതെ സാർ, പറഞ്ഞിരുന്നു. പെട്ടുപോയി. എന്ത് തിരക്കിൽപ്പെട്ടാൽ എന്താ? വളരെ അത്യാവശ്യമുള്ളൊരു കാര്യത്തിനാ ഞാൻ ഉത്തമനെ കാണണമെന്ന് പറഞ്ഞത്. ശരിയാണ് സാറേ, ഞാൻ വില്ലേജ് ഓഫീസിലോട്ട് വരാൻ വേണ്ടി ഇറങ്ങിയതാ. അപ്പോഴാണ് പാലത്തിങ്കലെ കമലഹാസൻ വിളിച്ചത്. അവന്റെ കൂടെ പോകാതിരിക്കാൻ പറ്റൂലായിരുന്നു. അത് അത്യാവശ്യമായൊരു കേസായിരുന്നു. എന്ത് കേസ്? അപ്പൊ സാർ ഈ നാട്ടിലൊന്നും ഇല്ലേ ജീവിക്കുന്നേ? കമലഹാസന്റെ ഭാര്യ രമണി കോൺട്രാക്ട് പണിക്ക് വന്ന ജനാർദ്ദനന്റെ കൂടെ കഴിഞ്ഞ ആഴ്ച ഒളിച്ചോടിപ്പോയി. ഞാനറിഞ്ഞില്ല. അറിയില്ലല്ലോ. ഒന്നാമത് ഇത്തരം കാര്യങ്ങള് സാർ ആരോട് ചോദിക്കൂല. ഇനി അതുമല്ല, അറിഞ്ഞ ആരെങ്കിലും ഇങ്ങോട്ട് വന്ന് പറയാന്ന് കരുതിയാല് സാർ എന്ത് കരുതുമെന്ന് പേടിച്ച് അവര് പറയുകയില്ല. സാറേ, ഈ കമലഹാസന്റെ വീട്ടിന്റെ മുമ്പില് റോഡിന്റെ ടാർ പണി നടക്കായിരുന്നല്ലോ 1 മാസം മുമ്പ്. അവിടെ കോൺട്രാക്ടറായിട്ട് വന്നതാണ് ഈ ജനാർദ്ദനൻ. കമലഹാസനന്റെ വീട്ടിന്റെ മുമ്പിലായിരുന്നു ഇവർ അടുപ്പ് കൂട്ടിയിരുന്നത്. ഇടയ്ക്കിടെ ജനാർദ്ദനൻ ഒരിത്തിരി വെള്ളം തരുമോ, കത്തിക്കാൻ പറ്റിയ വിറവുണ്ടോ എന്തോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കമലഹാസന്റെ വീട്ടിൽ ചെല്ലും. ഈ കമലഹാസനാണെങ്കിൽ സ്ഥലത്തും ഉണ്ടാവൂല. അങ്ങനെ പതിയെ പതിയെ ഈ രമണി ജനാർദ്ദനുമായിട്ട് ചെറിയൊരു അടുപ്പം. ടാറിങ് കഴിഞ്ഞ് പോവാൻ നേരം ജനാർദ്ദനൻ രമണിയുടെ മൊബൈൽ നമ്പർ വാങ്ങി അങ്ങ് വച്ചു. എന്റെ പൊന്ന് സാറേ, പിന്നെ അങ്ങോട്ട് വിളിയോട് വിളിയാണ്. ഏത് സമയവും രമണിയുടെ മൊബൈൽ ഫോൺ ഇതാ ഇങ്ങനെ ചെവിയില്. ആരാണ് വിളിക്കുന്നത് എന്ന് കമലഹാസനെ ചോദിച്ചാ യോ കൂട്ടുകാരാണ്, ബന്ധുക്കളാണ് എന്നൊക്കെ പറഞ്ഞ് രമണി അങ്ങ് ഒഴിഞ്ഞളയും. ഒടുവിൽ 2 ആഴ്ച മൊബൈൽ ഫോണിലൂടെ പ്രേമിച്ച് കഴിഞ്ഞപ്പോ രമണിക്ക് ജനാർദ്ദനൻ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ലെന്നായി. ഈ പെണ്ണുങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ വർത്താനം പറയാൻ ജനാർദ്ദനൻ മിടുക്കനാണ്. കഴിഞ്ഞ ആഴ്ച എന്തായാലും രമണി ജനാർദ്ദന്റെ കൂടെ സ്ഥലം വിടുകയും ചെയ്തു. സാറേ, കമലഹാസൻ
അന്വേഷിക്കാൻ ഇനി ഒരു സ്ഥലം പോലും ഇല്ല. ഇന്നലെ ഉച്ച കഴിഞ്ഞപ്പോൾ ആരോ പറഞ്ഞു ടൗണിലെ ഏതോ ഹോട്ടലിൽ മുറിയെടുത്തിട്ടുണ്ടെന്ന് ഇവര്. അത് അന്വേഷിക്കാൻ പോവാൻ കമലഹാസനെ എന്നെ കൂട്ടു വിളിച്ചു. ഇങ്ങനൊരു ആവശ്യത്തിന് വിളിക്കുമ്പോൾ പോവാതിരിക്കുന്നത് എങ്ങനെയാണ് സാറേ? പോയി. എന്നിട്ടെന്തൊന്നാവായി? ആരോ ചുമ്മാ പറ്റിക്കാൻ വേണ്ടി വിളിച്ചു പറഞ്ഞതാണെന്ന്. ഞാൻ കമലഹാസനോട് പറഞ്ഞു, ഇല്ല ഇനി അന്വേഷിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, നീ രമണി അങ്ങോട്ട് മറന്നുകളാ എന്ന്. ഭാര്യ 24 മണിക്കൂറും വേറൊരുത്തരോട് മൊബൈൽ ഫോണിൽ കൊഞ്ചു കുഴഞ്ഞുകൊണ്ടിരുന്നപ്പോ തടയാതെ ഇനി തടഞ്ഞിട്ടെന്തോന്ന് കാര്യം? അല്ലെങ്കിൽ ഈ മൊബൈൽ ഫോണൊക്കെ വളരെ കുറച്ച് ഉപയോഗിക്കുന്നതാണ് സാറേ നല്ലത്. ഈ പെണ്ണുങ്ങളുടെ മനസ്സ് എപ്പോഴാ മാറുന്നത് നമുക്ക് പോലും പറയാൻ പറ്റൂല. അത് ശരി, മൊബൈൽ ഒരു പ്രശ്നമാണ്. അല്ല സാറ് പിന്നെ അത് ഉപയോഗിക്കില്ലല്ലോ. പിന്നെ വക്കീല് നല്ല ബുദ്ധിയുള്ള സ്ത്രീയല്ലേ, നോക്കി കണ്ടുക്കല്ലേ എല്ലാം ചെയ്യൂ. അമ്മയും ഫോൺ ഉപയോഗിക്കുന്ന കുറച്ച് കൂടുതലാണ്. പക്ഷെ വക്കീൽ ബുദ്ധിയുണ്ടല്ലോ സാറേ. അത് പോട്ട് സാർ എന്തിനാ വരാൻ പറഞ്ഞേ? വരാൻ പറഞ്ഞത് ഇന്ന് ഇങ്ങോട്ടേക്കല്ലോ, അല്ല ഇന്നലെ വില്ലേജ് ഓഫീസിലേക്കല്ലേ. ഉത്തമം വന്നില്ല, ആ ആവശ്യം ഇന്നലെ കഴിഞ്ഞു. ഉത്തമം വിട്ടോ, എനിക്ക് ഓഫീസിൽ പോകാൻ തിരക്കുണ്ട്. വെറുതെ ഇവിടെ വരെ പെട്രോൾ എത്തിച്ച് വന്നു. ഫോണിൽ വിളിച്ച് ചോദിച്ചാൽ മതിയായിരുന്നു. എവിടെ വെച്ചിരിക്കുന്നത്? ഈ ഫോണിലാണ് ശിവദാസൻ ദിവസവും വിളിക്കാറുള്ളത്. ഇനിയും ഇതിവിടെ വെച്ചാൽ ശരിയാവില്ല. ഇതെവിടെ കൊണ്ടുവയ്ക്കും? ഇതിനകത്ത് പോക്കറ്റിൽ, ഡ്രോയറിൽ. ഇതിനകത്തങ്ങ് വെച്ച കുഴപ്പമുണ്ട്. ഞാൻ ഇറങ്ങാ. മോഹനയുടെ കാപ്പിയും കുടിച്ചിട്ടില്ല. എനിക്കിത് നേരത്തെ പോണം. എന്തുപറ്റി മോഹനേട്ടാ പെട്ടെന്ന്? മാധവൻകുട്ടിയുടെ തല വളയ്ക്കാൻ പെട്ടെന്ന് ചെല്ലാന്ന് പറഞ്ഞിരുന്നു, ഞാൻ അങ്ങ് മറന്നുപോയിരുന്നു. ഇപ്പൊ പെട്ടെന്ന് അങ്ങ് ഓർമ്മ വന്നു, ഞാൻ ഇറങ്ങുക. അയ്യോ, അപ്പൊ കാപ്പി കുടിക്കണ്ടേ? കാപ്പി ഞാൻ കൃഷ്ണൻകുട്ടിയുടെ ചായ കിടന്ന് കഴിച്ചോളാം. പറഞ്ഞ സമയത്ത് എന്തില്ലെങ്കിൽ മാധവൻകുട്ടി എന്ന് കരുതും. നാട്ടുകാരോട് പറയുന്ന വാക്കൊക്കെ പാലിക്കാൻ വലിയ ശുഷ്കാന്തിയാ. എന്നോട് പറയുന്ന വാക്കിന് മാത്രം ചാക്കിന്റെ വില. നിന്നോട് പറഞ്ഞ ഏത് വാക്കാ ഞാൻ പാലിക്കാതെ? കഴിഞ്ഞ ദിവസം പന്തയം വെച്ച സാരി എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അത് വാങ്ങി തരാം, സമയം കിടത്തുണ്ടല്ലേ. ഞാൻ ഇറങ്ങുന്നു. അല്ല, അങ്ങനെ മാസങ്ങൾക്ക് ശേഷം ആദ്യമായി വില്ലേജ് ഓഫീസർ രാവിലെ വഴക്കുണ്ടാക്കാതെ ഓഫീസിൽ പോയി. എന്ത് പറ്റിയോ എന്തോ. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എന്ന് ഞാൻ അങ്ങോട്ട് വിളിക്കണം, ഒരിക്കലും തിരിച്ച് ഇങ്ങോട്ട് വിളിക്കരുത്. ഇങ്ങനൊരു പിശുക്കിനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. ഞാൻ അങ്ങോട്ട് വിളിക്കാവേ. നമസ്കാരം സാർ. രാവിലെ വന്ന പാടെ ഫോണിലാണല്ലോ. ആരെയാണ് വിളിക്കുന്നത്? അത് പിന്നെ പാലത്തിങ്കിലെ കമൽഹാസന്റെ ഭാര്യ രമണിയെ സ്വയംപ്രഭയ്ക്ക് അറിയോ? ഇല്ല. അറിഞ്ഞാ നല്ലത്. പാലത്തിങ്കളിലെ കമൽഹാസന്റെ ഭാര്യ രമണിയോ? അതാരാ?
ചാവി വാ. ഓ മൊബൈൽ എവിടെ വെച്ചു? ഇതെവിടെ വെച്ചു ഞാൻ? ശേ, റിങ്ങുണ്ട്. കേക്കാത്തേ. ചേട്ടാ, ഇതെന്താണ് ഇങ്ങനെ? ഇനിയിപ്പോ വക്കീൽ കോടതിയിലായിരിക്കും. ഇനിയിപ്പോ എന്തോന്ന് ചെയ്യും? കോടതി വരെ പോയി നോക്കിയാലോ? ആഹാ, വക്കീലല്ലേ വരുന്നത്? ആ, നമസ്കാരം വക്കീലേ. ഞാൻ വക്കീലിന്റെ ഫോണിൽ കുറെ നേരമായിട്ട് വിളിക്കുന്നു. കോടതിയിലായതുകൊണ്ട് ഫോൺ എടുക്കാത്തെന്ന് വിചാരിച്ച്. ഇപ്പൊ പോകുന്നുള്ളോ കോടതിയിലോട്ട്? ഒന്നും പറയണ്ട ഉത്തമ. ഞാൻ നേരത്തെ പോകാൻ ഇറങ്ങിയതാ. നോക്കിയപ്പോ എന്റെ മൊബൈൽ കാണുന്നില്ല. ഓഹ്, ഞാൻ ആ വീട് മുഴുവൻ തപ്പി, അവിടെ എങ്ങും ഇല്ല. അല്ല, ഫോൺ പിന്നെ എവിടെ പോയി? ബെല്ലടിക്കുന്നുണ്ടല്ലോ. ഓ ഉണ്ട്, ഞാൻ ലാൻഡ് ഫോണിൽ നിന്ന് വിളിച്ചു നോക്കിയിരുന്നു. ചേടാ, അപ്പൊ പിന്നെ വീട്ടിൽ കാണാൻ സാധ്യല്ല. ആഫീസിലെ കാണാൻ വെച്ച് മറന്നു വെച്ചാ? ഒരു ഓർമ്മയും കിട്ടുന്നില്ല. എന്തായാലും ഓഫീസിൽ പോയി നോക്കണം. ആ, പിന്നെ ഞാൻ വക്കീലിനെ വിളിച്ചതേ നമ്മുടെ ശശിയുടെ കേസിന്റെ കാര്യം പറയാനാ. അവൻ ഇന്നലെ കോടതിയിൽ നിന്ന് എന്തോ ഒരു പേപ്പർ വന്നെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്നെ വിളിച്ചേ ഉള്ളൂ. എന്ത് കടലാസാ? അതൊന്നും വായിക്കാനൊന്നും അവൻ അറിഞ്ഞൂടല്ലേ. എന്തായാലും ആ കടലാസുമായിട്ട് വക്കീൽ ഓഫീസിലോട്ട് ചെല്ലാൻ ഞാൻ പറയാം. അതൊന്നും സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വക്കീലിനെ വിളിച്ചത്. വക്കീൽ ഓഫീസിലേക്ക് വരാൻ പറഞ്ഞാൽ മതി. ഞാൻ അവിടെ എന്തായാലും കാണാം. എന്റെ മൊബൈൽ ആദ്യം കണ്ടുപിടിക്കണമല്ലോ. രാവിലെ ഞാൻ മോഹനേഷ് സാറിനോട് പറഞ്ഞത് അറം പറ്റുമോന്നാണ് എനിക്കൊരു സംശയം. എന്ത്? അല്ല, പാലത്തിങ്കലെ കമലാസന്റെ ഭാര്യയിലെ രമണി കഴിഞ്ഞ ആഴ്ച ഒളിച്ചോടി പോയത്. മൊബൈലിലൂടെ സ്ഥിരമായി സംസാരിച്ചു കൊണ്ടിരുന്ന ഒരുത്തനെ രമണി കയറി പ്രേമിച്ചതാണ് സംഭവം. കഥ പറഞ്ഞു വന്നപ്പോ ഞാൻ പറഞ്ഞു, ഇക്കാലത്ത് ഭാര്യമാരൊക്കെ മൊബൈൽ ഉപയോഗിക്കുമ്പോ ഭർത്താക്കന്മാര് ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് എന്ന്. വക്കീല് മൊബൈലിൽ ഭയങ്കര വിളിയെന്നാണ് സാറ് പരാതി പറഞ്ഞത്. വക്കീലിന്റെ ഫോൺ പോയെന്ന് പറഞ്ഞാൽ മോഹനേഷ് സാറിന് ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പൊ ഞാൻ വരട്ടെ വക്കീലെ. ശശി ഓഫീസിലോട്ട് പറഞ്ഞു വിട്ടേക്കാം. ഓ ശരി. വില്ലേജ് ഓഫീസർ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഇതിലെന്തോ കുഴപ്പമൊപ്പിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ ചെയ്യൂ. ആ, ഞാൻ ഇറങ്ങുക. ഒരു അരമണിക്കൂറിൽ എത്താം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? 5 മണിക്ക് മുമ്പേ ഇവിടെ നിന്ന് ഇറങ്ങിയ മോഹനേഷ് സാർ കൊല്ലും. സ്വയംപ്രഭ വിളിക്കാവേ. ഇപ്പോഴും ഫോണിൽ തന്നെയാണോ? ഇങ്ങനെ സംസാരിക്കുന്നതിൽ യാതൊരു മടുപ്പ് തോന്നില്ലേ? അത്യാവശ്യ കാര്യങ്ങൾ സംസാരിക്കാതിരിക്കാൻ പറ്റുമോ? അത്യാവശ്യ കാര്യങ്ങൾ സംസാരിക്കണം.
അത്യാവശ്യ കാര്യങ്ങളെ സംസാരിക്കാവൂ. അനാവശ്യ കാര്യങ്ങൾ സംസാരിച്ചാൽ പാലത്തിങ്കിലെ കമലഹാസന്റെ ഭാര്യ രമണിയുടെ അവസ്ഥ ഉണ്ടാവും. വീണ്ടും അതേ പേര്. ആരായി രമണി? ഭാമേ, ഭാമേ, നീ എന്താ ഓഫീസിൽ നിന്ന് വന്നപാടെ എഴുതി തുടങ്ങിയോ? നാളെ കോടതിയിലൊരു കേസുണ്ട് മോഹനേട്ടാ. അതിന്റെ ജോലികൾ ഇന്നേ തീർത്തു വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ രാവിലെ കിടന്ന് കഷ്ടപ്പെടണ്ടല്ലോ. ആ പിന്നെ മോഹനേട്ടാ, ഇന്നൊരു സംഭവം ഉണ്ടായി. ഉഫ്, എന്റെ മൊബൈൽ കാണാനില്ല. മൊബൈലോ? ആ ആരവിടെ പോയി? എനിക്കറിഞ്ഞൂടാ. രാവിലെ ഓഫീസിൽ പോകാൻ ഇറങ്ങുമ്പോഴാണ് നോക്കിയത്. ഇവിടെ എങ്ങും കണ്ടില്ല. സാധാരണ വെക്കാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലത്തും ഞാൻ നോക്കി, എവിടെയില്ല. ഇവിടുത്തെ ഫോണിൽ നിന്ന് വിളിച്ചപ്പോ ബെല്ലടിക്കുന്നുണ്ട്, പക്ഷെ ബെല്ലിന്റെ ശബ്ദം എവിടെയെങ്കിലും കേട്ടുമില്ല. അവനെ ഫോണിവിടെ കാണില്ല. ഓഫീസിൽ വെച്ച് മറന്നാവോന്ന് കരുതി അവിടെ പോയി ഞാൻ എല്ലായിടത്തും നോക്കി. അവിടെ വെച്ചും വിളിച്ചു നോക്കി. ബെല്ലടിക്കുന്നുണ്ടായിരുന്നു ഉച്ചവരെ. പിന്നെ അത് നിന്നു. ചാർജ് തീർന്ന് ഓഫായതായിരിക്കും. ഇതാ ഞാൻ പറയുന്നത്, ഒരു സാധനം സൂക്ഷിക്കാൻ നിനക്ക് അറിയില്ല എന്ന്. എത്ര രൂപ വിലയുള്ള ഫോണാണത്? അതിങ്ങനെ നഷ്ടപ്പെടുത്തി കളയാന്ന് പറഞ്ഞാല് അങ്ങനെ കളയാൻ പൈസ എവിടെ ഇരിക്കുന്നു? ഭാമേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഒന്നുകിൽ ആ ഫോൺ കണ്ടുപിടിക്കുക, ഇല്ലെങ്കിൽ ഇനി മേലിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കില്ല എന്ന് തീരുമാനിക്കുക. അയ്യോ, ഉപയോഗിക്കണ്ടെന്ന് പറഞ്ഞ എങ്ങനെയാണ്? എന്റെ കക്ഷികളുടെ എല്ലാം കയ്യിലിരിക്കുന്ന ആ ഫോൺ നമ്പറാ. മൊബൈൽ ഏതായാലും ഉപയോഗിക്കാതിരിക്കാൻ പറ്റില്ല. പുതിയൊരു മൊബൈൽ വാങ്ങാൻ മോഹനയുടെ പൈസ തരേണ്ടി വരും. ഞാൻ തന്നെ ആ ഫോൺ തന്നെ നീ എന്നോട് ചോദിക്കാതെ നിന്റെ ഇഷ്ടത്തിന് വാങ്ങിയതല്ലേ? ഇനിയും ഫോൺ വാങ്ങി പണം കളയാൻ പറ്റില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യും? ഫോൺ എനിക്ക് കിട്ടിയേ പറ്റുള്ളൂ. ഇന്ന് തന്നെ എന്നെ മൊബൈലിൽ വിളിച്ചിട്ട് കിട്ടാതെ വന്നപ്പോൾ എത്ര പേരാ മറ്റുള്ളവരുടെ ഫോണിലേക്കൊക്കെ വിളിച്ചു നോക്കിയെന്നറിയാമോ? ഇനി എന്തായാലും അത് പറ്റില്ല. 3 വട്ടം വിളിച്ചിട്ടും എന്നെ കിട്ടാതെ വന്നപ്പോ ശിവദാസൻ ഇന്ന് നേരെ ഓഫീസിലേക്ക് വന്നു. ആര്? ഞാൻ രാവിലെ പറഞ്ഞില്ലേ മോഹനേട്ടാ, ശിവദാസൻ, നമ്മുടെ ടൗണിന്റെ സൂപ്പർ മാർക്കറ്റ് നടത്തുന്ന. ശിവദാസന് നിന്നെ കാണാതിരുന്നിട്ട് ഉറക്കം വരുന്നില്ലേ? ഫോണിൽ വിളിച്ചപ്പോ കിട്ടാതെ വന്നപ്പോ നേരെ ആഫീസിൽ വന്ന് അന്വേഷിക്കുന്നു. അവൻ നിന്റെ ഭർത്താവൊന്നുമല്ലല്ലോ. രാവിലെ മുതൽ ഞാൻ കേൾക്ക ശിവദാസൻ 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 എന്ന്. ഇനി ആ പേര് വീട്ടിൽ കേട്ട അവൻ ശിവദാസനല്ല ശാവദാസനാവും. എന്തൊക്കെയാ പറയണേ? എന്ത് പറയണം? അവനെ വിളിക്കാനല്ലേ നിനക്ക് ആ മൊബൈൽ ഫോൺ? ഇനി നീ മൊബൈൽ വാങ്ങുന്ന എനിക്കൊന്ന് കാണണം. എന്റെ ഭാര്യയായി ഈ വീട്ടിൽ കഴിയണമെങ്കിൽ മൊബൈൽ എന്ന സാധനം ഈ വീട്ടിൽ പറ്റില്ല. സാറേ, നമസ്കാരം സാറേ. ഇവിടുത്തെ ഫോണിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ സാറേ? ഇവിടുത്തെ ഫോണിനോ? ഇവിടുത്തെ ഫോൺ ഒരു കുഴപ്പമില്ല. ഭാമയുടെ മൊബൈൽ ഫോൺ കാണാതെ എന്ന് പറയുന്നു. എവിടെയുണ്ടോ കളഞ്ഞാവൂ. അതല്ല സാറേ, താലൂക്ക് ഓഫീസിലെ സഹദേവന് സാറിനോട് എന്തോ അത്യാവശ്യമായിട്ട് പറയാനുണ്ടെന്ന് തഹസീൽദാർ പറഞ്ഞ് ഏൽപ്പിച്ചതാണെന്നും പറഞ്ഞു. കുറെ നേരമായി ഇവിടുത്തെ ഫോണിൽ വിളിക്കാണ്, കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. എന്താ അത്യാവശ്യം ചോദിച്ചില്ലേ? അല്ല, അത് ഞാൻ ചോദിച്ചു, പക്ഷെ അത് സാറിനോടെ പറയൂ, എന്തോ ഡിപ്പാർട്ട്മെന്റ് കാര്യമാണെന്ന് പറഞ്ഞു. അത്യാവശ്യമാണെന്നാണ് പറഞ്ഞത്. ശരി, ഞാൻ വിളിച്ചോളാം. അപ്പൊ ഞാൻ പൊക്കോട്ടെ സാറേ. ആ ശരി ശരി. ഉത്തമം പറഞ്ഞ സത്യമാണല്ലോ. ഇതിനെന്തോ പറ്റിയല്ലോ. ഒരു അത്യാവശ്യം വരെ നേരത്താണ് ഫോൺ കേടാവുന്നത്. ഇതില് ഡയൽ ടോൺ എന്തോ കുഴപ്പമുണ്ട്. അയ്യോ, കേടായതാവും. പക്ഷെ എനിക്കിപ്പോ അത്യാവശ്യം സഹോദരൻ വിളിക്കണമല്ലോ, എന്ത് ചെയ്യാൻ പറ്റും? ഉത്തമൻ ഇവിടെ വരെ വന്നതല്ലായിരുന്നോ? അപ്പൊ ഉത്തമന് ഫോൺ വാങ്ങി വിളിച്ചൂടായിരുന്നു. പക്ഷെ ഈ ഫോൺ കേടാണെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ. ഉത്തമൻ പോവുകയും ചെയ്തു. ഉത്തമനെ വിളിച്ച് ഇങ്ങോട്ട് വരാൻ പറയാല്ലേ? എങ്ങനെ വിളിക്കും? ഫോൺ കേടല്ലേ? ഇത് വലിയ പ്രശ്നമല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്റെ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ വിളിക്കായിരുന്നു. എന്ത് ചെയ്യാം, അത് കാണാതെ പോയില്ലേ.
ഇതുകൊണ്ടാ മോഹനേട്ടാ ഞാൻ പറയുന്നത് ഒരു മൊബൈൽ ഉള്ളത് നല്ലതാണെന്ന്. ഈ ഫോൺ എന്ന് പറയുന്ന ഒരു യന്ത്രമല്ലേ, അതെപ്പോ വേണമെങ്കിലും കേടാകാം. അപ്പൊ പകരം ഒരു ഫോൺ ഉള്ളത് തന്നെയാ നല്ലത്. അങ്ങനെയാണെങ്കിൽ നിന്റെ സ്കൂട്ടർ ഒരു യന്ത്രമല്ലേ? അത് കേടാകുമ്പോ ഉപയോഗിക്കാനായിട്ട് നീ പകരൊന്നും വാങ്ങാത്ത എന്താ? അതുപോലെയാണോ ഈ ഫോൺ? നമ്മുടെ നാട്ടിൽ ഒരു വീട്ടില് എത്ര അംഗങ്ങളുണ്ടോ അത്രയും മൊബൈൽ ഫോണുകളും ഉണ്ട്. ഒരെണ്ണം കേടായാലും മറ്റൊന്നിൽ നിന്ന് വിളിക്കാം. ഇവിടെ പക്ഷെ അത് നടക്കില്ലല്ലോ. മുന്നിൽ പിശുക്കല്ലേ. എന്താ ചെയ്യാ? ആമയുടെ ഫോൺ അവിടെ ഇരിക്കല്ലേ, അതെടുത്ത് വെച്ച് വിളിച്ചാൽ അതോടെ പോയി. ഹലോ ഹലോ, എന്താ മോഹനേട്ടാ അലമാര നോക്കുന്നേ? ഒന്നുമില്ല. ഒന്നുമില്ലേ? ഒന്നുമില്ലാതെ പിന്നെന്താ അവിടെ ഇങ്ങനെ തപ്പുന്നേ? ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? ഇനിയിപ്പോ ഇതെങ്ങാനും ആണോ അവിടെ നോക്കുന്നേ? ഏത്? കാണാതെ പോയ മൊബൈൽ ഫോൺ ആ അലമാരിൽ ഇരുന്നതാ. ഈ അലമാരല്ല? അത് കൊള്ളാല്ലേ. അതെങ്ങനെ ഈ അലമാരക്കത്ത് കയറിയിരുന്നത്? ഞാന് ആ മുറിയിലെ മേശപ്പുറത്ത് വെച്ചിരിക്കായിരുന്നേ. രാവിലെ മോഹനയുടെ ആഫീസിൽ പോയി കഴിഞ്ഞ് ഞാൻ അടുക്കളയിലേക്ക് പോയല്ലോ. അപ്പൊ പിന്നെ കാണാൻ ആരുമില്ലല്ലോ. ഈ ഫോൺ ആ മേശയിൽ നിന്ന് ഇറങ്ങി പതുങ്ങി പതുങ്ങി വന്ന് ഈ അലമാരക്കകത്ത് തുണിക്കകത്ത് കയറി ഒളിച്ചിരുന്നു. ഫോൺ കാണാതെ ഈ വീട് മുഴുവനും ഞാൻ തപ്പി. അലമാരക്കകത്ത് തുണിയിൽ ഭദ്രമായി പൊതിഞ്ഞു വെച്ചതുകൊണ്ട് ബെല്ലടിച്ചത് ഞാൻ കേട്ടില്ല. ഒടുവിൽ ഫോൺ ഓഫീസിലെങ്ങാനും വെച്ച് കാണുമെന്ന് ഓർത്ത് ഞാൻ ഓഫീസിലേക്ക് പോകുന്ന വഴിക്ക് ഉത്തമനെ കണ്ടു. അപ്പോഴാണ് ഉത്തമൻ രാവിലെ ഇവിടെ വന്ന കഥയും കമലാസന്റെ ഭാര്യ രമണി ജനാർദ്ദനൻ കോൺട്രാക്ടറോട് ഒളിച്ചോടിപ്പോയ കഥയും മോഹനനോട് അത് പറഞ്ഞ കഥയും ഞാൻ അറിയുന്നത്. ഫോൺ വില്ലേജ് ഓഫീസർ അടിച്ചു മാറ്റി എന്നുള്ള കാര്യം ആ നിമിഷം തന്നെ എനിക്ക് ഉറപ്പായല്ലോ. തിരിച്ചു വന്ന് രണ്ടും കൽപ്പിച്ച് ഒന്നും കൂടി ഞാൻ തെരഞ്ഞു. മോഹനേട്ടൻ അതുമായി ഓഫീസിൽ പോയി കാണുമോ, ഇനി പോയ വഴിക്ക് ഏതെങ്കിലും തോട്ടിലേക്ക് വലിച്ചെറിഞ്ഞ് കാണുമോ എന്നൊക്കെ എനിക്ക് പേടിയുണ്ടായിരുന്നു. പക്ഷെ ഭാഗ്യം, മോഹനേട്ടൻ അത്തരം കടുകയൊന്നും കാണിച്ചില്ല. അല്ലെങ്കിലും കാശ് കൊടുത്ത് വാങ്ങിയ ഒരു സാധനം കളയാൻ മാത്രമുള്ള മണ്ടത്തിലൊന്നും എന്റെ വില്ലേജ് ഓഫീസർ കാണിക്കില്ലല്ലോ. ഇനി പറ, എന്തായിരുന്നു സാറിന്റെ പ്രശ്നം? എന്റെ പ്രശ്നം? എനിക്കൊരു പ്രശ്നമില്ല. ഈ മൊബൈൽ ഒരുപാട് ഉപയോഗിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതല്ല. അതുകൊണ്ടാ ഞാൻ. അയ്യോ, അത് ശിവദാസൻ എന്നെ വിളിച്ചു എന്ന് പറഞ്ഞതിലുള്ള ഇഷ്ടക്കേട് കൊണ്ടോ? എന്റെ മോഹനേട്ടാ, മോഹനേട്ടനെ ഒന്ന് ചൂട് പിടിപ്പിക്കാൻ പൊടിപ്പും തൊങ്ങലും വെച്ച് പറഞ്ഞതല്ലേ ഞാൻ? കുറച്ചു മുന്നേ ഞാൻ പറഞ്ഞല്ലേ എന്നെ വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ട് ശിവദാസൻ ഓഫീസിൽ വന്നോന്ന്. എന്നെ വിളിച്ചിട്ട് കിട്ടാതിരിക്കുന്നത് എങ്ങനെയാണ്? ഇവിടെ വന്ന് ഈ ഫോൺ എടുത്തിട്ടല്ലേ ഞാൻ പോയത്. എന്തായാലും വേറെ ആണിനെ പറ്റി ഒരുപാട് പൊക്കി പറയുന്ന കേട്ടാ ആർക്കായാലും ദേഷ്യം വരും. മോഹനേട്ടാ, കമലാസന്റെ ഭാര്യ രമണി ഏതോ ജനാർദ്ദന്റെ കൂടെ പോയതുപോലെ ഞാൻ ആരുടെയെങ്കിലും കൂടെ പോകുന്ന മോഹനേട്ട കരുതിയോ? കയ്യിൽ സ്വർണം വിരിക്കുമ്പോ ആരാ ചെമ്പന്വേഷിച്ച് പോവുക? ഈ ലോകത്ത് എന്റെ വില്ലേജ് ഓഫീസറെക്കാട്ടിൽ യോഗ്യനായ വേറൊരാണുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? എന്താ? എന്താണ്? ഈ ഫോൺ തരോ, സഹദേവൻ ഒന്ന് വിളിക്കാനായിട്ടാ. സഹദേവനെ വിളിക്കാൻ എന്തിനാണ് ഈ ഫോൺ?
ഇവിടെ ലാൻഡ് ഫോൺ ഇല്ലേ? പക്ഷെ അത് കേടല്ലേ? അത് കേടല്ലല്ലോ, ഞാൻ കേടാക്കിയതല്ലേ. അതിനെ കണക്ഷൻ ഉരുട്ടിരിക്കുക. ഫോണിന് വേറൊരു പ്രശ്നമില്ല. ആരാ? പേടിക്കണ്ട, ശിവദാസനൊന്നും അല്ല. ശിവദാസനാണെങ്കിൽ എനിക്ക് പേടിയൊന്നുമില്ല. അത് വെറും ചെമ്പല്ലേ. ഒരു സ്വർണം വന്നിരിക്കണു. മൊബൈൽ ഫോണും ഇന്റർനെറ്റുമെല്ലാം ആളുകളെ വഴിതെറ്റിക്കാൻ സാധ്യതയുണ്ടെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെ വഴിതെറ്റിപ്പോവാൻ സാധ്യതയുള്ള ആളല്ല സത്യഭാമയെന്ന് മോഹനകൃഷ്ണന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ആണുങ്ങൾ പലപ്പോഴും ഇങ്ങനെയാണ്, വെറുതെ അങ്ങ് പേടിച്ചു കളയും. ഒട്ടും പേടിക്കാനില്ലാത്ത പുതിയ കഥകളുമായി കാര്യം നിസ്സാരം തുടരുന്നു.